80 കോടി ബഡ്ജറ്റിലാണ് ബ്ലസ്സിയുടെ ആടുജീവിതം റിലീസായത്. മാർച്ച് 28-നായിരുന്നു വേൾഡ് വൈഡ് റിലീസ് ചെയ്ത്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം തിയേറ്റർ റിലീസ് ചെയ്ത് മാർച്ച് 28, മിനിയാന്നാണ്, വ്യാഴാഴ്ചയാണ് റിലീസ് ചെയ്തത്. വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. GCC കൺട്രീസിലെ ഒന്നും ഇത് റിലീസ് ചെയ്തിരുന്നില്ല. ആകെ UAE മാത്രം റിലീസ് ചെയ്യാൻ പറ്റിയത്. ബാക്കി വേൾഡ് വൈഡ് റിലീസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ബഡ്ജറ്റ് 80 കോടിയായിരുന്നു. അപ്പോൾ തന്നെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഹ്യൂജ് ബഡ്ജറ്റിൽ ഇറക്കിയ ഒരു പടം ഓടിയിട്ട് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടുമോ എന്നുള്ളൊരു സംശയമോ അല്ലെങ്കിൽ ഒരു പേടി ബ്ലസ്സിക്ക്, അതേപോലെ തന്നെ ബ്ലസ്സിയുടെ കൂടെ പ്രൊഡ്യൂസറുമായിട്ടുള്ള ജിമ്മി ജൂൻ ലൂയിസ്, അതേപോലെ സ്റ്റീവ് ആദംസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രക്കും വലിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങുന്ന പടം, ഒരു മലയാള പടത്തിന് ഇത്രമാത്രം ഓടിയിട്ട് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കാരണം മിനിമം 200 കോടിയെങ്കിലും ഗ്രോസ് കളക്ഷൻ കിട്ടിയാൽ മാത്രമാണ് ഇത് ബ്രേക്ക് ഈവൻ ആവുള്ളൂ, ഈ 80 കോടിയായിട്ട് മാച്ച് ആവുള്ളൂ, പിന്നെ അങ്ങോട്ടേക്ക് മാത്രമേ ലാഭവിഹിതം അവർക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ട് തന്നെ വലിയൊരു അപ്രിയൻഷൻ, വലിയൊരു പേടിയിലായിരുന്നു ഈ ആടുജീവിതം ടീമിൻ്റെ ക്രൂ. പക്ഷേ ഇത് ഒരു നോമ്പ് സീസണിൽ, റംസാൻ സീസണിൽ റിലീസ് ചെയ്തിട്ട് പോലും, അതായത് റിലീസ് ചെയ്ത് മാർച്ച് 28 നോമ്പിൻ്റെ സമയമാണെന്ന് വിചാരിച്ച് ഇരിക്കെ, അത് ആ സമയത്ത് റിലീസ് ചെയ്തിട്ട് പോലും ഇതിന് ഫസ്റ്റ് ഡേയിൽ കേരളത്തിൽ നിന്ന് കിട്ടിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 7.5 കോടി രൂപയാണ് കേരളത്തിലെ തിയേറ്റേഴ്സിൽ നിന്ന് മാത്രം കിട്ടിയത്. അതേപോലെ തന്നെ ഇത് തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും കന്നഡയിൽ നിന്നും പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും കിട്ടിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 7.5 കോടിയും. അപ്പോൾ അങ്ങനെ മൊത്തം 15 കോടി രൂപ വേൾഡ് ഇന്ത്യയിൽ നിന്ന് മാത്രം ഫസ്റ്റ് ഡേ ഇവർക്ക് കളക്ഷൻ കിട്ടി. കേരളത്തിന് പുറത്ത്, അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് കളക്ഷൻ കിട്ടിയത് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ കിട്ടിയത് 14 കോടി രൂപയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയും ഒരു 14-15 കോടിയോളം ഇന്ത്യയിൽ നിന്ന് മൊത്തം കളക്ഷൻ കിട്ടി. തുടർന്നുള്ള ഇപ്പോൾ ഇന്നലെ ശനിയാഴ്ചയും അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടി. അങ്ങനെ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ കൊണ്ട് തന്നെ ആടുജീവിതത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടി രൂപ കടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പൃഥ്വിരാജ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. 50 കോടി ക്ലബ്ബിലേക്ക് എത്തി, 50 കോടി കടന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 3 ദിവസം, വെറും ചുരുങ്ങിയ 3 ദിവസം കൊണ്ട് ഏറ്റവും സ്പീഡിൽ 50 കോടി ക്ലബിലെത്തുന്ന മലയാള ചിത്രം എന്നുള്ള ഒരു റെക്കോർഡ് ഇപ്പോൾ ആടുജീവിതത്തിന് സ്വന്തമാണ്. ഇതിനു മുമ്പേ പൃഥ്വിരാജിൻ്റെ തന്നെ സംവിധാന സംരംഭത്തിൽ ഇറങ്ങിയ ലൂസിഫർ 5-ാമത്തെ ദിവസത്തിലാണ് 50 കോടിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നിരിക്കെ, അതേപോലെ 2018 മഞ്ഞുമൽ ബോയ്സ്, ഇതൊക്കെ 4-ാമത്തെ ദിവസത്തിലാണ് 50 കോടി ക്ലബിലെത്താൻ കഴിഞ്ഞതെന്നിരിക്കെ, ഈ ഒരു പടത്തിന് 3-ാമത്തെ ദിവസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടിയിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. നമുക്കറിയാം 80 കോടി രൂപയോളം ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു പടം അത് തിയേറ്ററിൽ നിന്ന് ഓടി എത്തിച്ചേ പറ്റൂ. കാരണം ഇതിനു വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ അത്ര കൂടുതലാണ്. ഇപ്പോൾ നമ്മളെ പൃഥ്വിരാജ് 4 വർഷത്തോളം ഇതിൻ്റെ പുറകിൽ തന്നെ, ഈ പടത്തിൻ്റെ പുറകിൽ തന്നെയാണ്. എല്ലാ ക്രൂവും കുറേ കാലമായിട്ട് ഈ പടത്തിൻ്റെ പുറകിലാണ്. ബ്ലസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലസ് ഇതിൻ്റെ ഇടയിൽ ഒരു കളിമണ്ണ് എന്ന് പറഞ്ഞ പടം ചെയ്തു എന്നല്ലാതെ കാര്യമായിട്ട് സിനിമയിലൊന്നൊരു ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2008 മുതൽക്ക് ഇതിൻ്റെ പണിപ്പുരയിലുള്ള അദ്ദേഹത്തിന് ഈ പടം ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ 2018-2019 ആ കാലയളവിലാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കോവിഡ് കുറേ കാലം കൊണ്ടുപോയി. പിന്നെ ഒരുപാട് എഫേർട്ട് കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇവർക്ക് ഈ പടം തിയേറ്ററിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 50 കോടി രൂപ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ നേട്ടം തന്നെയാണ്. അതും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, വെറും 3 ദിവസം കൊണ്ട്, വ്യാഴം, വെള്ളി, ശനി, ഈ 3 ദിവസങ്ങൾ കൊണ്ട് മാത്രം വേൾഡ് വൈഡ് 50 കോടി കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റി. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതൊരു 250 കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ഷൻ എത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇനി വരാൻ പോണത് ഇതേപോലെ തന്നെ ഫെസ്റ്റിവൽ സീസണാണ്. ഇനിയിപ്പോൾ വരാൻ പോണ വിഷു ആയിക്കോട്ടെ, അതേപോലെ തന്നെ റംസാൻ പെരുന്നാളായിക്കോട്ടെ, അപ്പോൾ അതിനൊക്കെ തന്നെ തിയേറ്ററിലേക്ക് പ്രേക്ഷകരുടെ കുത്തൊഴുക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രത്യേകം ഒന്ന് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇതൊന്നും ടെലിഗ്രാമിലൂടെ പബ്ലിഷ് ചെയ്ത് ഈ ഒരു സംവിധായകൻ്റെ, അതേപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാതാക്കളുടെ എഫേർട്ടിനെ നമ്മൾ ഇല്ലാതാക്കരുത്. അത്രക്കും എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനൊരു പടം അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു മാസ് മസാല എൻ്റർടൈനർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രക്കും എഫേർട്ട് എടുത്തിട്ട് ചെയ്ത ഈ ഒരു പടത്തിനുള്ള കളക്ഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ കിട്ടണം എന്നുള്ള കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമാണ് അവർക്ക് നല്ലൊരു ഇനീഷ്യൽ കളക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമാണ് അവർ ഇറക്കിയ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് മാച്ച് ചെയ്ത് എത്തുള്ളൂ, അവർക്ക് ലാഭം എന്നുള്ള സംഭവം എത്തുള്ളൂ. ഈ ലാഭം എത്തിയാൽ മാത്രമാണ് ഈ ലാഭത്തിൽ നിന്നുള്ളൊരു പങ്കെടുത്തിട്ട് അവർക്ക് ഓസ്കാർ നോമിനേഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ മലയാള സിനിമ ഓസ്കാറിലേക്ക് എത്തുന്നു, വേൾഡ് മൊത്തം അതിൻ്റെ
എന്താ പറയുക റെക്കഗ്നിഷൻ കിട്ടും എന്നുള്ള ഒരു നേട്ടത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ദയവ് ചെയ്ത് ഇതിനെ സഹായിച്ചിട്ടില്ലെങ്കിലും ഒരു പറ്റം ആൾക്കാർ ദയവായിട്ട് ഇതിനെ ദ്രോഹിക്കാൻ നടക്കുന്നുണ്ട്. അത് വേറെ രീതിയിലല്ലെങ്കിൽ അത് ദ്രോഹം എന്നുള്ള രീതിയിലേക്ക് തന്നെ എത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അത് ഈ ടെലിഗ്രാമിലൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ പൈറസി കോപ്പി അത് പബ്ലിഷ് ചെയ്യുക, വേറൊരാൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. ഈ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണ്. 50 കോടി ക്ലബ്ബ് വെറും 3 ദിവസം കൊണ്ട് എത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യം. കാരണം ഇതുപോലുള്ള ഈ പടങ്ങൾ, മികച്ച പടങ്ങൾ ഇനിയും ഇറക്കാനുള്ള അല്ലെങ്കിൽ ഇനിയും അത് ചെയ്യാനുള്ള ടെൻഡൻസി ഇതിനെ പോലുള്ള തലമുറക്കാർക്ക് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നേട്ടം നമ്മളുടെ എല്ലാവരുടെയും മലയാളികളുടെ നേട്ടമായിട്ട് കണക്കാക്കുക. അതേപോലെ മലയാള സിനിമയുടെ ഒരു ചരിത്ര വിജയമായിട്ട് ഇത് കണക്കാക്കുക. ഇപ്പം എന്തായാലും മലയാള സിനിമയ്ക്ക് ഏറ്റവും മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രേമലു എന്ന് പറഞ്ഞ ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ പടം 100 കോടി ക്ലബിലെത്തി. ഭ്രമയുഗം 80 കോടിയോളം ഓടി, അതും വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇറങ്ങിയ പടമാണ്. പിന്നെ മഞ്ഞുമൽ ബോയ്സ്, അത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ മലയാള പടം എന്ന ഖ്യാതി ഇപ്പം അതിനുള്ള 205 കോടി രൂപയോളം അത് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ വേൾഡ് വൈഡിൽ ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു റെക്കോർഡിനൊക്കെ ഈ പടം വെട്ടിക്കേണ്ടതുണ്ട്, അതിനൊക്കെ ഓവർടേക്ക് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമാണ് ഇത് ഓസ്കാറിനേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഈ പടത്തിന് വേണ്ടിയിട്ട് അത്രക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ടുള്ള ബ്ലസ്സി, ശിവൻ ആദംസ്, അതേപോലെ തന്നെ ജിമ്മി ജൂലിയോയ്സ്, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അവർക്കൊരു ആമ്പിൾ എന്താ പറയുക ഒരു കോമ്പൻസേഷൻ, ഒരു സന്തോഷം കിട്ടുന്നത് ഈ ഒരു പടത്തിൽ നിന്നുള്ള ലാഭവിഹിതത്തിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ നിർമ്മാതാക്കളുടെ കണ്ണീര് ഒരിക്കലും വീഴാൻ പാടില്ല. ഇപ്പോൾ വിഷ്വൽ റൊമാൻസ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ, അപ്പോൾ അവർ ഒക്കെ ഇന്ന് പറഞ്ഞ് ലൈവിൽ വന്നിട്ട് അതിൻ്റെ സങ്കടം പറയുന്നത് കണ്ടു. ദയവ് ചെയ്ത് ആരും ഇതിൻ്റെ പൈറസി കോപ്പി പബ്ലിഷ് ചെയ്യരുത്, അതേപോലെ തന്നെ ഇത് ഷെയർ ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആരും ഇത് ചെയ്യാതിരിക്കുക. പടം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. സഹായിച്ചില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കാതിരിക്കുക. പടം ഒരു ഹ്യൂജ് സക്സസ് ആയിട്ട് ഒരു തിയേറ്ററിൽ ഒരു പ്രകമ്പനം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു പടമായി മാറട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുക, ആശംസിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ 250 കോടി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് ഇത് എത്തട്ടെ.